ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ട് 4 മണിക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 4 സ്ലൈസ് ഇതേപോലെയുള്ള ഒരു 4 സ്ലൈസ് ബ്രെഡാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതേപോലെ കുറച്ച് വെള്ളം ഒന്ന് വേണം. അതിലേക്ക് നമ്മൾ ഓരോരോ സ്ലൈസ് ബ്രെഡായിട്ട് ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് നല്ല രീതിയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഈ വെള്ളം ഒന്ന് പിഴിഞ്ഞെടുക്കണേ. ഇതിലൊന്ന് പിഴിഞ്ഞ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത് കണ്ടോ, ഇപ്പോൾ ഞാൻ ആ ഒരു 4 സ്ലൈസ് ബ്രെഡും ഇതേപോലെ വെള്ളത്തിലൊന്ന് മുക്കി വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞ് ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു 2 മുട്ട പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ്, അതൊന്ന് വേണം. അതിനുശേഷം ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഇതേപോലെ നല്ല രീതിയിൽ നമുക്കൊന്ന് മുട്ടയൊന്ന് ഗ്രേറ്റ് ചെയ്തിടണേ. ഇപ്പോൾ ഇവിടെ ഞാൻ ആ മുട്ടയൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരുന്നില്ല ആ ബ്രെഡിൻ്റെ ആ ഒരു പീസസ്, അതിലേക്ക് നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത മുട്ട നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻറ്റും കൊണ്ട് ആഡ് ചെയ്യണം. ആദ്യമേ ഞാൻ 1 ടീസ്പൂണോളം ഉള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഒരു പച്ചമുളക് ഇതേപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം ഉള്ള സവാള ഇതേപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം ഉള്ള ചില്ലി ഫ്ലേക്സ് ആണ്. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂണോളം ഉള്ള മഞ്ഞൾപ്പൊടി, അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ തന്നെ പെപ്പർ പൗഡർ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം ഉള്ള കോൺഫ്ലോർ ആണ്, അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ ഉപയോഗിച്ച് വെള്ളമൊന്നും ചേർക്കാതെ ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിൽ ഞാൻ എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കണം. ഇനി ഞാൻ ഇതിൽ നിന്നും കുറച്ചൊന്ന് എടുത്തതിന് ശേഷം ഒന്ന് ഉരുട്ടി കൊടുക്കുക. ഉരുട്ടി കൊടുത്തതിന് ശേഷം കയ്യിലേക്ക് വെച്ച് കൊടുത്ത് ഇതേപോലെ നമുക്ക് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് തിക്കാക്കണ്ട, ഇതേപോലെ ഒന്ന് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് എല്ലാ സൈഡും നല്ല രീതിയിലൊന്ന് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കാം. കണ്ടോ, ഇതേപോലെ നല്ല രീതിയിൽ ഞാനൊന്ന് പ്രസ് ചെയ്ത് ഈ ഒരു വലിപ്പത്തിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാമേ. അപ്പോൾ ഇവിടെ കണ്ടോ, ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം എനിക്കൊരു 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതേപോലെ ഒരു 2 ബ്രെഡ് ഒന്ന് ഇതേപോലെ ഒന്ന് പൊടിച്ച് ബ്രെഡ് ക്രംസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പീസ് എടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ട് നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയിരിക്കുന്നത് ഇതേപോലെ ബ്രെഡ് ക്രംസിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ആ ടൈമിൽ ഞാനിവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ഇപ്പം നല്ല രീതിയിലൊന്ന് ചൂടായി കിടക്കുക. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഈ ഒരു സ്നാക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 2 എണ്ണം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇതൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവണം. അകമൊക്കെ ഒന്ന് കുക്കാവണം. അതേപോലെ തന്നെ പുറമേ നല്ല ക്രിസ്പി ആവണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ സ്നാക്ക് കണ്ട നല്ല രീതിയിൽ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇത് മതി, ഇരുന്നൊന്നും കൂടെ ഒന്ന് കളർ ആവുകയെ. അപ്പോൾ ഈ ഒരു ലെവലായി കഴിയുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി സ്നാക്കാണ്. പുറമേ നല്ല ക്രിസ്പിയും അകമേ നല്ല സോഫ്റ്റും, അതേപോലെ ആ മസാല എല്ലാം കൂടെ ചേരുമ്പോൾ അകമേ കഴിക്കാൻ നല്ല അടിപൊളി സ്നാക്കാണ്. കുഞ്ഞുങ്ങളൊക്കെ വേഗം തന്നെ കെച്ചപ്പും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ തീർത്ത് കൈത്തരും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരിക. ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.